ഞാൻ ഹരികൃഷ്ണൻ ജി.എച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സ്റ്റേറ്റ് ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു 4 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എൻഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾസിനെ പറ്റിയാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ, അതായത് രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ചേർന്നുണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിച്ചത്. ആ ഇലക്ട്രിക് ഡൈപോൾ മൂലം അതിന്റെ ആക്സിയൽ പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആക്സിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഈ ആക്സിയൽ എന്ന് പറയുന്നത് 1/4πε0 × 2p/r³ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഡൈപോൾ മൂലം അതിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിൽ എങ്ങനെയാണ് ഒരു ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്, എത്രയാണ് അതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നു. എത്രയായിരുന്നു ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത്? 1/4πε0 × p/r³ ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ, അതായത് എന്താണ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ്സ് ഈ ഒരു ആക്സിയൽ പോയിന്റിലും ഈ ഒരു ഇക്വറ്റോറിയൽ പോയിന്റിലും ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ഡേറ്റ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇക്വേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആക്സിയൽ നോക്കേ 1/4πε0, ഈ ഇക്വറ്റോറിയലിലും 1/4πε0 ഉണ്ട്. ബാലൻസ് ഉള്ളത് ഇവിടെ 2p/r³, ഇവിടെ p/r³ എന്നാണ്. ഇതിൽ ഈ 2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ ഇക്വറ്റോറിയൽ ആണ് അല്ലെ? ഇതെന്താണ്? ഈ ഇക്വറ്റോറിയൽ തന്നെയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്താ പറയാം? ഈ ആക്സിയൽ എന്ന് പറയുന്നത് ഈ ഇക്വറ്റോറിയൽ × 2, അല്ലെങ്കിൽ ഈ ഇക്വറ്റോറിയലിന്റെ ഡബിൾ ആണ് എന്ത്? ഒരു ഈ ആക്സിയൽ എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, ഈ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡബിൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ അത് തമ്മിലുള്ള മറ്റൊരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡയറക്ഷനിലാണ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം ഡയറക്ഷൻ ഓഫ് ദ ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവിടെ? ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു ക്ലാസ് ശ്രദ്ധിച്ചവർക്കറിയാം, ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പാരലൽ ടു ഡൈപോൾ മൊമെന്റ്, ഈ ഒരു ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇക്വറ്റോറിയലിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയായിരുന്നു? ആ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അല്ലെങ്കിൽ അത് പഠിച്ചവർക്ക് അറിയാം. അതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരുന്നു. ഇവിടെ നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ അത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കും? ആന്റി പാരലൽ എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഈ ആക്സിയൽ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് ആന്റി പാരലൽ ആയിരിക്കും? ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് ആന്റി പാരലൽ ആയിരിക്കും. ഈ ഇക്വറ്റോറിയൽ ആന്റി പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഈ ആക്സിയൽ എന്ന് പറയുന്നത് പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ അതിന്റെ ആ ഒരു ഡയറക്ഷനിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു അത് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അതായത് നമ്മൾ ഒരു സർഫസ് എടുക്കുകയാണ്. ഈ ഒരു സർഫസിനകത്തൂടെ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യും. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്നും എമേർജ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിലേക്ക് വന്ന് കയറുന്നു, ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. തൽക്കാലം നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഇവിടെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സർഫസ് എങ്കിൽ, അതായത് നമ്മൾ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടോ അതിന്റെ അളവാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. അതായത് ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന നോർമൽ ലൈൻസിനെ മാത്രമേ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മുടെ ഒരു സർഫസ് ആണ്.
ഇതിപ്പോൾ നമ്മുടെ ഒരു സർഫസ് ആണ്. ഈ സർഫസിൽ കൂടെ നോർമലായി അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് പരിഗണിക്കത്തുള്ളൂ. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ലൈൻ നോർമലായിട്ടല്ലാതെ ഒരു ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോസ് കമ്പോണന്റും കൂടെ നമ്മൾ എന്ത് കൊടുക്കും, ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലർ അല്ലാതെ ഒരു ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോസ് കമ്പോണന്റ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻ. ഈ ഒരു പെർപെൻഡിക്കുലറിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ആംഗിൾ താഴോട്ട് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത് ഈ ഒരു സർഫസിൽ കൂടെ. എങ്കിൽ ഈ ഒരു പെർപെൻഡിക്കുലറിനും ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഇടയ്ക്ക് ഒരു ആംഗിൾ കാണുമല്ലോ. അപ്പൊ ആ ആംഗിളിനെ നമ്മൾ കമ്പോണന്റ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ എങ്കിൽ അതിനെ കമ്പോണന്റ് ആക്കി കഴിഞ്ഞാൽ തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈനിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കോസ് കമ്പോണന്റ് ആണ്. തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈനിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോസ് കമ്പോണന്റ് ആണ്. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്കിൽ അതിന്റെ കോസ് കമ്പോണന്റ് ആയ ഈ കോസ് തീറ്റ ആയിരിക്കും അവിടെ ട്രാവൽ ചെയ്യുന്നത്. ജനറലി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യും. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോസ് കമ്പോണന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് മനസ്സിലായി. ഒരു സർഫസിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെയും ആ ഒരു ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനകത്തുനിന്നും ഒരു കൊച്ചു സർഫസ് വലിയ ഈ ഒരു സർഫസിന് ഇതാണ് നമ്മുടെ വലിയൊരു സർഫസ് എന്ന് വെച്ചോ. ഈ ഒരു സർഫസ് ടോട്ടൽ സർഫസ് എസ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ആ ലാർജ് സർഫസിനെ എസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഒരു കൊച്ചു സർഫസ് എടുക്കുകയാണ്. ആ കൊച്ചു സർഫസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ആ ഡി എസിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അളവാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു കൊച്ചു സർഫസ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഫൈ ആണ്. അതുപോലെ തന്നെ ഡി എസ്, അതായത് കുഞ്ഞു സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡി ഫൈ എന്ന് വിളിക്കും. ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ചെറുതായത്. ആ ചെറിയ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഡി ഫൈ എന്ന് വിളിച്ചു. ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഈ എന്തുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. തൽക്കാലം ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് എടുത്തു. ഈ എന്ന് പറയുന്നത് എന്താണ്, ഇതിലേക്കൂടെ ഈ ഒരു ടോട്ടൽ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡോട്ട് പ്രോഡക്റ്റ് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ചെറിയ സർഫസിന്റെ ഏരിയ, ഈ കുഞ്ഞു സർഫസിൽ കൂടെ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ സർഫസിൽ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, ക്ലോസ്ഡ് ഇന്റഗ്രൽ ചെയ്താൽ മതി. എന്താണ് ഇന്റഗ്രേഷൻ? അതായത് ഒരു വലിയ കമ്പോണന്റിനകത്ത് ഒരു വലിയ സർഫസിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ അത് ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു കുഞ്ഞു സർഫസ് എടുത്തിട്ട് അതിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്യുന്നതിനെ വലുതാക്കിയ ടോട്ടൽ സർഫസിൽ നടക്കുന്നതായിട്ട് മാറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞു സർഫസ് ആയ ഡി എസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ആ ടോട്ടൽ സർഫസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് എടുത്തത്. എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫുൾ സർഫസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ ഫുൾ സർഫസും കവർ ചെയ്ത് എത്രമാത്രം ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതായത് കുഞ്ഞു സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തിയതിനു ശേഷം അതിനെ വലിയ സർഫസിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സിമ്പൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ, അതായത് ഒരു ക്ലോസ്ഡ് ഫുള്ളി കവേർഡ് ആയിട്ട് സർഫസ് അല്ല, ഒരു പ്ലെയിൻ സർഫസ്, നമ്മുടെ ഈ ഒരു ബോർഡ് പോലെ ഒരു പ്ലെയിൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്റഗ്രേഷൻ നമ്മൾ ഇ ഡോട്ട് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയും. അതായത് ഇ ഡോട്ട് എസ് എന്ന് പറഞ്ഞത്, അതായത് ടോട്ടൽ സർഫസ് നമ്മൾ എടുത്തില്ലേ, അപ്പം ഡി എസിന്റെ ഇന്റഗ്രേഷൻ, അതായത് സർഫസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു കുഞ്ഞു സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അത് വലിയ സർഫസ് ആയിട്ട് മാറും. അപ്പം ഡി എസ് എന്തായിട്ട് മാറി, ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ എസ് ആയിട്ട് മാറി. അതായത് ഇ ഡോട്ട് ഡി എസ് എന്നായിരുന്നു നമ്മുടെ കുഞ്ഞു സർഫസിന്റെ ഇന്റഗ്രേഷൻ. അത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നായി. അതിന് ഇന്റഗ്രേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്താവും, ഡി എസ് എന്ന് പറയുന്ന കുഞ്ഞു സർഫസ് എന്ന് പറയുന്നത് എന്തായി, ഇന്റഗ്രേഷൻ കഴിഞ്ഞ് എസ് എന്ന് പറയുന്ന
വലിയ സർഫസ് ആയി. അപ്പൊ phi അതായത് ടോട്ടൽ സർഫസിലുള്ളത് നമുക്ക് എന്തെന്ന് കിട്ടി? E ഡോട്ട് S എന്ന് കിട്ടി. ഇനി ഈ ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? ഈ ഡോട്ട് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ES cos theta ആണ്. എന്തുകൊണ്ടാണ് ആ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ cos theta വരണം. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ് അല്ലേ? ആ ഒരു സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ അല്ലാതെ ഡീവിയേറ്റ് ചെയ്തു പോയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. അപ്പൊ ആ ഒരു ലൈനിന്റെ കോസ് കമ്പോണന്റ് ആണ് എടുക്കുന്നത്. എന്തിന്? പെർപെൻഡിക്കുലറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ cos theta ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുന്നത്. ഈ ഡോട്ട് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES cos theta ആണ്. അത് ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്റ്റൻഷനും എന്താണ്? cos theta എന്നാണ്. ക്രോസ് പ്രോഡക്റ്റിന്റെ sin theta എന്ന് പറയുന്ന പോലെ ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് cos theta ആണ്. അപ്പൊ ഈ ഡോട്ട് S എന്ന് പറയുന്നത് എന്താണ്? ES cos theta ആണ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് നോർമലി. അപ്പൊ നോർമൽ ആയിട്ട് ഒരു സർഫസിൽ കൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ടോട്ടൽ ഒരു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു കൊച്ചു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി d phi എന്നാക്കി. ഫൈയെ നമ്മൾ ഒരു കുഞ്ഞു സർഫസിന്റെ ഫ്ലക്സ് ആയ d phi എന്നാക്കി. അതിനുശേഷം d phi is equal to E ഡോട്ട് ds. ds റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കുഞ്ഞു സർഫസിനെയാണ്. ഇനി അത് ടോട്ടൽ ഈ ഒരു കുഞ്ഞു സർഫസിൽ നിന്നും അതിനെ വലിയ സർഫസ് ആയ S ലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ E ഡോട്ട് ds നെ എന്ത് ചെയ്തു? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പം ഇന്റഗ്രൽ E ഡോട്ട് ds എന്നായി. അപ്പൊ phi is equal to ഇന്റഗ്രൽ E ഡോട്ട് ds. ഇനി ആ ഒരു സർഫസ് ടോട്ടൽ സർഫസിനെ നമ്മൾ S എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? അത് വലിയ സർഫസ് ആയി S ആവും. E ഡോട്ട് S എന്നായി. ഡോട്ട് പ്രോഡക്റ്റ് മാറ്റാൻ വേണ്ടി ES cos theta എന്ന് എഴുതും. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നും അതിന്റെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്ന് എന്താണ് അതിന്റെ ഐഡിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്ന് പറയുന്നത് അതിന്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് കൂളോംബ് ആണ്. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി ഇലക്ട്രിക് ഫ്ലക്സിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ചാർജ് ഡെൻസിറ്റീസ് എന്താണ് ചാർജ് ഡെൻസിറ്റീസ്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റി ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റി, മറ്റൊന്ന് സർഫസ് ചാർജ് ഡെൻസിറ്റി, മറ്റൊന്ന് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇത് വലിയ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടും ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് വലിയ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു വലിയ സർഫസിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിലൊരു കുഞ്ഞു സർഫസിൽ എത്രയുണ്ട്, ആ ഒരു സംഭവം എത്രയുണ്ടെന്ന് പറയുന്നതിനാണ് മെയിൻ ആയിട്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ചാർജ് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലൈനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിനകത്ത് ഫുള്ളും ചാർജ്ഡ് ആണ്. ആ മെറ്റീരിയൽ ഫുള്ളും ചാർജ്ഡ് ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു Q എന്ന് പറയുന്ന ഒരു അളവ് കാണും. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞ് Q എന്നൊരു അളവ് കാണും. അതിനകത്ത് ഒരു പെർട്ടിക്കുലർ ലെങ്തിൽ എത്രമാത്രം ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ സർഫസിൽ ഒരു വലിയ ലൈനകത്ത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ് കാണും. അതിലൊരു പെർട്ടിക്കുലർ ലെങ്തിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്തിൽ ടോട്ടൽ 10 മീറ്റർ ആണെങ്കിൽ ഒരു 1 മീറ്ററിൽ എത്ര, ആ ഒരു രീതിയിൽ പറയുന്നു. അതായത് ടോട്ടൽ ഈ ഒരു ലെങ്തിൽ Q എമൗണ്ട് ഓഫ് ചാർജ് കാണും. അങ്ങനെയാണെങ്കിൽ പെർട്ടിക്കുലർ ലെങ്തിൽ യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് കാണും, അതിനെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പൊ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ബൈ ടോട്ടൽ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി കിട്ടും. അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം പെർ മീറ്റർ ആണ്. അതായത് ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്. ഈ ഒരു ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ കൂളോം പെർ മീറ്റർ എന്ന് പറയും. അപ്പം ലീനിയർ ചാർജ് ഡെൻസിറ്റി മനസ്സിലായ സ്ഥിതിക്ക് ബാക്കി രണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നെയിമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സർഫസ് ചാർജ് ഡെൻസിറ്റി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് സിഗ്മ എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർഫസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ലൈൻ ആണെങ്കിൽ ഈ ഒരു സർഫസിൽ ഒരു ചാർജ് ചെയ്തിട്ടുണ്ട്, ഒരു സർഫസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിലൊരു യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് ഒരു യൂണിറ്റ്. ഈ ഒരു ടോട്ടൽ സർഫസ് ചാർജഡ് ആണ്. അതിലൊരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ Q by ലെങ്ത് ആണെങ്കിൽ ഇവിടെ Q by എന്തോ ആയിരിക്കും? ഏരിയ ആയിരിക്കും. അപ്പൊ അവിടുത്തെ SI യൂണിറ്റ് എങ്ങനെ വരും? കൂളോംബ് പെർ
കൂളോം പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. കൂളോം പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. കാരണം എന്താണ്? ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഇനി അതുപോലെ തന്നെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പറഞ്ഞു, സർഫസ് ചാർജ് ഡെൻസിറ്റി പറഞ്ഞു. ഇനി എന്തായിരിക്കും? വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഒരു ക്ലോസ്ഡ് ഒരു ക്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലോസ്ഡ് സർഫസിനകത്ത് എന്തുണ്ട്? ചാർജ് ഉണ്ട് എങ്കിൽ അതിലെ യൂണിറ്റ് വോളിയത്തിനകത്ത് എത്ര ചാർജ് ഉണ്ട്? ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ പറഞ്ഞ പോലെ, യൂണിറ്റ് ലെങ്ത് പറഞ്ഞ പോലെ, ഒരു യൂണിറ്റ് വോളിയം 1 മീറ്റർ ക്യൂബ് വോളിയത്തിനകത്ത് അല്ലെങ്കിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ 1 മീറ്റർ സ്ക്വയറിൽ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ 1 മീറ്റർ ക്യൂബിൽ എത്ര ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് റോ ആണ്. അപ്പൊ റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ക്യൂ ബൈ ഇവിടെ ക്യൂ ബൈ എൽ, ഇവിടെ ക്യൂ ബൈ എ, അതുപോലെ തന്നെ ഇത് ക്യൂ ബൈ വി അല്ലെങ്കിൽ എന്താണ് ചാർജ് പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ SI യൂണിറ്റ് എങ്ങനെയായിരിക്കും? കൂളോം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചാർജ് ഡെൻസിറ്റീസ് എന്താണ്, ആ ഒരു ടേം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റീസ് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ 3 സിമ്പലും ഈ ഒരു SI യൂണിറ്റും ഇതിന്റെ കൺസെപ്റ്റും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗോസ് തിയറം. എന്താണ് ഗോസ് തിയറം എന്നുള്ളത്? ഈ ഒരു ചാപ്റ്ററിലല്ല, ഇനി വരുന്ന ഒരു ചാപ്റ്ററിലും പറയുന്നുണ്ട്. അത് മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ടൈംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു തിയറമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കേട്ട് പഠിക്കണം. അപ്പൊ എന്താണ് ഗോസ് തിയറം എന്ന് പറയുന്നത്? Total electric flux over a closed surface enclosing a charge is equal to 1 by epsilon 0 times the net enclosed charge. എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു ചാർജ് Q എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയാണ്. ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഈ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നോർമൽ ആയിട്ടുള്ള പാസേജ് ആണല്ലോ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഈ ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ചാർജിന് ലൈൻസ് ഉണ്ട്. ഈ ചാർജിന് ചുറ്റും ഞാനൊരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ചാർജിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ക്ലോസ്ഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്സിന്റെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അളവാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. അതിനെ കണ്ടുപിടിക്കാം. ആ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാം എന്നാണ് ഈ ഒരു ഗോസ് തിയറം പറയുന്നത്. അതായത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ, ഒരു ചാർജ് ഉണ്ട്, ആ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു ചാർജിന് ചുറ്റും അല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ, ഈ ഒരു ചാർജിന് ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇത് സർക്കിൾ ആണ് വരച്ചേക്കുന്നതെങ്കിലും ആക്ച്വലി നിങ്ങൾ ഇതൊരു സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്യണം. ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ സൈഡും ക്ലോസ് ചെയ്തേക്കുന്ന ഒരു സ്ഫിയർ ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണം. ഈ ഒരു സ്ഫിയറിന് സെൻട്രലായിട്ടാണ് ഞാൻ തരുന്നത് ഈ ഒരു ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ചാർജിന് ചുറ്റും ഞാൻ കൺസിഡർ ചെയ്ത ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് ഈ ഒരു സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഫിയറിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 by epsilon 0 times the net enclosed charge. അതായത് ഇതിനകത്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ചാർജിന്റെ അളവ് എത്രയാണോ അതേ ഇൻറ്റു 1 by epsilon 0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ, മാത്തമാറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഗോസിയൻ തിയറം പറയുന്നത്. ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമേർജ് ചെയ്യും. അപ്പോൾ ചാർജിന് ചുറ്റും ഞാനൊരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈൻസ് പാസ് ചെയ്യുന്നതിന്റെ അളവായിരിക്കുമല്ലോ എന്തായാലും ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 by epsilon 0 ടൈംസ് ഓഫ് ദ ടോട്ടൽ എൻക്ലോസ്ഡ് ചാർജ് ആയിരിക്കും. അതായത് ഇതിനകത്ത് ഈ ഒരു സർഫസിനകത്ത് എത്ര ചാർജ് ഉണ്ടോ ആ ചാർജിന്റെ അളവെ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് 1 by epsilon 0 ചെയ്യുമ്പോൾ, epsilon 0 എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പെർമിറ്റിവിറ്റി ആണ്. അപ്പൊ 1 by epsilon 0 ഇൻറ്റു ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസിങ് എൻക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ചാർജ് എത്രയാണോ അതിന്റെ അളവ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുന്നത്. അതിന് മറ്റേ രീതി റെപ്രസെന്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സർഫസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതായത് വലിയ സർഫസിനെ കുഞ്ഞൊരു സർഫസ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ സർഫസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. ആ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇന്റഗ്രൽ
phi is equal to integral dot ds എങ്ങനെയാ വന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം നമുക്ക് 1/epsilon 0 q എന്ന് പറയാം. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഗോസിയൻ തിയറം. ഈ ഗോസിയൻ സർഫസ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്? അതൊരു ഇമാജിനറി സർഫസ് ആണ്. ഇപ്പൊ ഒരു ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജിന് ചുറ്റും ക്ലോസ് ചെയ്യുന്ന എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യുന്ന ഒരു സർഫസ്. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ഗോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും നമ്മൾ മറ്റൊരു വലിയ സ്ഫിയർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പറയുന്നതാണ് ചാർജ് എങ്കിൽ അതിന് പുറത്ത് നമ്മൾ കൊണ്ടുവെക്കുന്ന വലിയൊരു സ്ഫിയർ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇമാജിനറി സർഫസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സർഫസ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സർഫസ് ഓഫ് എനി ഷേപ്പ്, അതായത് ഇത് ഞാനിവിടെ സ്ഫിയർ എന്ന് പറഞ്ഞു. അതായത് സ്ഫിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ഫിയർ എന്ന് പറഞ്ഞത്. ഇത് ഒരു സ്ഫിയർ ആണല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയർ ആണല്ലോ. അതെന്ന് പറയുന്നത് സ്ഫിയർ ആവണമെന്നില്ല, ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം ഈ ഒരു ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അത് ഏത് ഷേപ്പ് എടുത്താലും ആ ടോട്ടൽ ചാർജ് ഇൻറ്റു 1/epsilon 0 ചെയ്യുന്നതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ മനസ്സിലാവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഷേപ്പ് സ്ഫിയർ ആയതുകൊണ്ടാണ് ഞാനത് ഒരു എക്സാമ്പിൾ എന്നോണം പറഞ്ഞത്. അപ്പൊ എന്താണ് ഗോസിയൻ തിയറം എന്ന് മനസ്സിലാക്കാമല്ലോ. നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗോസിയൻ തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോസിയൻ തിയറം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർഫസ് എടുത്താൽ ആ സർഫസിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ഇൻറ്റു 1/epsilon 0 ആയിരിക്കും. അപ്പൊ ഗോസിയൻ തിയറം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഗോസിയൻ തിയറത്തിന്റെ പ്രൂഫിലേക്ക് പോവാം. നമ്മൾ ഗോസ് തിയറം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഗോസ് തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. പ്രൂവ് ഗോസ് തിയറം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ് കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഗോസ് തിയറം എന്താണ് പറഞ്ഞത്? നമുക്കൊരു ഇമാജിനറി സർഫസ് വേണം ഗോസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണ് ഞാൻ എടുത്തത്. 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. ആ സ്ഫിയറിൽ ഞാനൊരു കുഞ്ഞു സർഫസ് DS കൺസിഡർ ചെയ്തു. ആ ഒരു ടോട്ടൽ സ്ഫിയറിന്റെ ടോട്ടൽ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കുഞ്ഞു സർഫസ് ആയ DS കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയുണ്ടോ എന്ന് കണ്ടുപിടിച്ച ശേഷം ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടുമല്ലോ. അതിനുവേണ്ടി നമ്മളൊരു ഇമാജിനറി സർഫസ് ഈ ഒരു ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്തു. റേഡിയസ് 6 ആണ്. അതുപോലെ തന്നെ ആ ഇമാജിനറി സർഫസിന്റെ സെന്റർ എന്താണ്? നമ്മുടെ Q തന്നെയാണ്. അപ്പോഴല്ലേ നമുക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ഫിയർ അസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഗോസിയൻ തിയറം പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ചാർജ് എടുത്തു, ചാർജിൽ നിന്നും ഒരു ഇമാജിനറി സർഫസ് ആയ സ്ഫിയർ കൺസിഡർ ചെയ്തു. സ്ഫിയറിന്റെ റേഡിയസ് 6 ആണ്. അതുപോലെ തന്നെ സ്ഫിയറിന്റെ സെന്റർ നമ്മുടെ ചാർജ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സർഫസിനെ ഞാൻ ഒരു കുഞ്ഞു സർഫസ് ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്തു. ടോട്ടൽ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എടുക്കുന്നതിന് പകരം കുഞ്ഞു സർഫസ് ആയ DS കൺസിഡർ ചെയ്തു. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്ഫിയർ എത്രയാണെന്ന് നമുക്ക് നോക്കണം. അതിനുവേണ്ടി ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് DS. അതിനകത്ത് ഡോട്ട് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS cos theta എന്ന് കൊണ്ടുവന്നു. ഡോട്ട് പ്രോഡക്റ്റ് മാറ്റി EDS cos theta ആക്കി. അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ നമ്മുടെ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പാസ് ചെയ്യുന്നത് ഈ ഒരു ലൈനകത്തായിരിക്കുമല്ലോ, ഈ ഒരു ലൈൻ ആയിരിക്കുമല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ DS എങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യണം. ഒരു ഏരിയ വെക്റ്റർ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു എന്ന രീതിയിലാണ് ഏരിയ വെക്റ്റർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഏരിയ എങ്കിൽ ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നു എന്നാണ് ഏരിയ വെക്റ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ DS എന്ന് പറയുന്ന വെക്റ്ററിന്റെ ലൈനും എങ്ങനെ തന്നെയായിരിക്കും? ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു DS എന്ന് പറയുന്ന വെക്റ്റർ ലൈൻ വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഇങ്ങോട്ട് തന്നെയാണ്. DS എന്ന് പറയുന്ന വെക്റ്ററും ഈ ഒരു ആംഗിളിൽ തന്നെയാണ്, ഈ ഒരു അതേ ലൈനിൽ തന്നെ. ഇത് രണ്ടും പാരലൽ ആയ സ്ഥിതിക്ക് തീറ്റ എന്തായിരിക്കും? ഈ തീറ്റ എന്താണ്? DS-ന്, അതായത് നമ്മളൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സർഫസിൽ നിന്ന് ഇതാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്കിൽ ഈ ഒരു സർഫസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് DS വെക്റ്റർ വരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറഞ്ഞത്. ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അത് ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ആ ഒരു ലൈനും നമ്മുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള DS തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മുടെ സർഫസും
സർഫസിന്റെ വെക്ടറും അതിന് പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനും എന്താണ്, ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. കാരണം സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് പോയിന്റിലേക്ക് ചെന്നിടിക്കുന്ന ലൈൻ ആയാലും ആ സർഫസ് വെക്ടറിന് പാരലൽ ആയിട്ട് തന്നെ മൂവ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ഫിയർ ആണെങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് പോകുന്ന ഏത് റേഡിയസ് വെക്ടറും ആ ഒരു സ്ഫിയറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർഫസ് വെക്ടറും പാരലൽ ആയിരിക്കും എന്തിന്, ഇലക്ട്രിക് ഫീൽഡ് ലൈന്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ cos 0യുടെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി ഇക്വേഷൻ അപ്പൊ എന്തായിട്ട് മാറും, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്ന് മാത്രമാവും. കാരണം cos തീറ്റ എന്തായി, 1 ആയി പോയി. ഇനി ഇന്റഗ്രൽ ഡി എസ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത് സ്ഫിയറിന്റെ ഒരു കുഞ്ഞ് സർഫസ് ആണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആവും. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താവും, ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എസ് ആവും. അപ്പൊ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, 4πr². ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ 4πr². അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താവും, 4πr² ആവും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ചാർജിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പോയിന്റ് അകലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ അകലം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, E is equal to 1/4πε0 into Q/r² ആണ്. 1/4πε0 into Q/r² ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ ഒരു പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഇക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും, 1/4πε0 into Q/r² എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ഇക്ക് പകരം 1/4πε0 into Q/r² എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു. ഇൻറ്റു 4πr². അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ r² ക്യാൻസൽ ആയി പോയി, 4πയും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, Q/ε0 മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താവും, Q/ε0. ഇത് തന്നെയല്ലേ നമ്മുടെ ഗോസ് തിയറം പറഞ്ഞത്. ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും ഒരു ഇമാജിനറി സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു നമ്മൾ, 1/ε0 times of total charge enclosing the Gaussian surface ആണെന്ന് പറഞ്ഞു. അപ്പൊ 1/ε0 into Q ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0. ഇതാണ് ഗോസ് തിയറത്തിന്റെ പ്രൂഫ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ലോണം മനസ്സിലാക്കി പഠിച്ച് എഴുതി പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ് തിയറം വെച്ചുകൊണ്ട് കൂളോംസ് ലോയുടെ പ്രൂഫാണ്. അതായത് കൂളോംസ് ലോ ഫ്രം ഗോസ് തിയറം. ഗോസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ കൂളോംസ് ലോ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം, കൂളോംസ് ലോയിലോട്ട് എങ്ങനെ എത്തിച്ചേരാം നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഗോസ് തിയറത്തിന്റെ പ്രൂഫിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് എടുക്കുന്നത്. അതായത് ആദ്യം നമ്മളൊരു ചാർജ് കൺസിഡർ ചെയ്തു. ആ ചാർജിന് ചുറ്റും നമ്മളൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തു. ഗോസിയൻ സർഫസ് ടോട്ടൽ സർഫസിൽ നിന്ന് നമ്മളൊരു കൊച്ചു സർഫസ് ആയ ഡി എസ് കൺസിഡർ ചെയ്തു. ആ ഒരു ഡി എസിലൂടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയി ഈ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗോസിയൻ സർഫസിന്റെ റേഡിയസ് r ആണ്. ആ ഗോസിയൻ സർഫസിന്റെ സെന്റർ നമ്മുടെ ചാർജ് തന്നെയാണ്, Q തന്നെയാണ്. ഇത്രയും നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോസിയൻ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. അറിയാം അത് എന്താണെന്നാണ് ഈ ഒരു ഗോസ് തിയറം വെച്ച് പറഞ്ഞത്, 1/ε0 times of the Q ആണ്, അല്ലെങ്കിൽ Q/ε0 ആണ്. ഇതുവരെ നമ്മളെ ഗോസ് തിയറമാണ്. ഇത്രയും നമ്മുടെ ഗോസ് തിയറമാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്, നമ്മുടെ കൂളോംസ് ലോയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0 നമ്മുടെ ഗോസ് തിയറം എഴുതി. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റ് മാറ്റണമല്ലോ. അതിനുവേണ്ടി ഈ ഡോട്ട് ഡി എസിന്റെ പകരം എന്താക്കി, ഇ ഡി എസ് കോസ് തീറ്റ എന്നാക്കി. തീറ്റ എന്തിനൊക്കെയുള്ള ആംഗിൾസ് ആയിരുന്നു, ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കും ഡി എസ് എന്ന് പറയുന്ന നമ്മുടെ സർഫസ് വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരുന്നു. സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സ്വാഭാവികമായിട്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് നമ്മുടെ സർഫസ് വെക്ടറും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയും കൺസെപ്റ്റ് കഴിഞ്ഞ ഗോസ് തിയറത്തിൽ നിങ്ങൾ പഠിച്ചു തന്നെയാണ്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇ ഡി എസ് കോസ് തീറ്റ ഗോസ് തിയറം പഠിച്ചൊരാൾക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇ ഡി എസ് കോസ് തീറ്റ 0 ആയതുകൊണ്ട് cos 0 1 ആയി. അപ്പോൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയി. അതിനുശേഷം ഈ ഇന്റഗ്രേഷൻ പുറത്തെടുത്തിട്ട് ഈ ഇന്റഗ്രൽ ഡി എസ് എന്ന് മാത്രം എഴുതി. ഈസ് ഈക്വൽ ടു Q/ε0. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗോസ് തിയറത്തിലും ചെയ്ത കാര്യം തന്നെയാണ്. അതിനുശേഷം ഇന്റഗ്രൽ ഡി എസ്, അതായത് ചെറിയ സർഫസ് ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എസ്, അതായത്
ചെറിയ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ എന്താവും? ഇന്റഗ്രൽ ds എന്താവും? S ആവും, ടോട്ടൽ സർഫസ് ആവും. അപ്പോൾ ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 4πr² ആണ്. മനസ്സിലായല്ലോ? അപ്പൊ E into 4πr² is equal to q/ε0. ഇനി ഒന്നുമില്ല, ഈ ഒരു 4πr² നമ്മൾ ഇനി ഡിനോമിനേറ്ററിൽ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം E is equal to 1/4πr² into q/ε0 ആയി. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തേ ഉള്ളൂ. നമ്മൾ ഈ ε0 ഇനി ചേർത്ത് എഴുതും, അതായത് 1/4πε0 നോക്കി r² അങ്ങ് q-നോട് ചേർത്ത് എഴുതി. അപ്പൊ എങ്ങനെയായി? 1/4πε0 into q/r². ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഒരു ചാർജ് മൂലം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 into q/r². അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഗോസ് തിയറം വെച്ച് നമ്മൾ തിരിച്ച് കൂളോംസ് ലോ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതെല്ലാം ഇന്റർറിലേറ്റഡ് ആണ്. അപ്പൊ കൂളോംസ്, നമ്മൾ നേരത്തെ ഗോസ് തിയറത്തിന്റെ പ്രൂഫ് പറഞ്ഞു. ഇപ്പൊ ഗോസ് തിയറത്തിന്റെ പ്രൂഫിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കൂളോംസ് ലോ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പം ഇന്ന് പഠിപ്പിച്ചത് ഗോസ് തിയറവും അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ചോദിക്കേണ്ടതാണ്. ഇതിന്റെ നോട്ട്സ് തീർച്ചയായും ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും. പാരന്റ്സ് അതുപോലെ ഇന്ന് പഠിപ്പിച്ചത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ, അതിന്റെ നോട്ട്സ് എഴുതുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ താങ്ക് യു.